ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലീലാമണി എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ലീലാമണി, യഥാർത്ഥ പേരല്ല. ഞാനിപ്പോൾ എൻ്റെ മകൻ്റെ കൂടെയാണ് താമസം. അവൻ നന്ന ചെറുപ്പത്തിലെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. പിന്നീട് ദുബായിൽ സെറ്റിൽഡായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന് ഒരു ബിസിനസ് തുടങ്ങി. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് താമസം. മകനും മരുമകളും പിന്നെ 2 കുട്ടികളും. മൂത്തവന് 14 വയസ്സുള്ളപ്പോഴാണ് അവനിങ്ങോട്ട് വന്നത്. ഇളയത് ഒരു പെൺകുട്ടിയാണ്. അവളിപ്പോൾ +1 പഠിക്കുകയാണ് മാഡം. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ മകന് ബിസിനസ് ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ്. അതിൻ്റെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെയുണ്ട്. പിന്നെ അവൻ്റെ ഭാര്യ പ്രേമിച്ച് വിവാഹം കഴിച്ചെങ്കിലും അവളും ഒരു പാവമാണ്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോഴും നിൽക്കും. അതുകൊണ്ട് അവളും പല കാര്യങ്ങളൊക്കെ നോക്കി ബിസിയാണ്. വീട്ടിൽ അത്യാവശ്യ പണികളൊക്കെ ചെയ്യാൻ ഒരു ജോലിക്കാരിയുണ്ട്. പിന്നെ പാചകമൊക്കെ അവൾ തന്നെയാണ് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യില്ല. എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 12 വർഷമായി. സുഖവും സമൃദ്ധകരമായൊരു ജീവിതമായിരുന്നു എൻ്റേത്. പക്ഷേ മാഡം, ഒരു 8 മാസത്തിന് മുമ്പ് എൻ്റെ മരുമകൾ ഒരു ദിവസം രാത്രി എൻ്റെ മുറിയിലേക്ക് വന്നു. അമ്മേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മോളെ, സ്വത്തിൻ്റെയോ മറ്റോ പ്രശ്നമാണോ എന്ന് ഞാൻ ചോദിച്ചു. കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ കുറേ സ്വത്തുകൾ ചില തർക്കത്തിൽ കിടപ്പുണ്ട്. അത് വലുതുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവൾ എന്നോട് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു, അമ്മ ഞാൻ കഥ ഒന്ന് അടയ്ക്കട്ടെ എന്ന് പറഞ്ഞ് കഥ അടച്ചിട്ട് പിന്നെയും വന്ന് എൻ്റെ അടുത്തിരുന്നു. സ്വത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, സ്വത്തൊക്കെ ആർക്ക് വേണം, നമുക്ക് ആവശ്യത്തിന് പണമില്ലേ, പിന്നെ എന്താടി എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, അമ്മേ അത് ജിനുമോൻ്റെ കാര്യമാണ്. എന്താടി, ചെക്കൻ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അമ്മേ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നീ അങ്ങ് പറ, ടെൻഷൻ അടുപ്പിക്കാതെ. അവനെന്തെങ്കിലും അസുഖം ഏറ്റവും ഉണ്ടോ? അപ്പോൾ അവൾ എൻ്റെ കൈ പിടിച്ച് കൈത്തരത്തിൽ വെച്ചിട്ട് പറഞ്ഞു, അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അസുഖമായിരിക്കാം ഇത്, അല്ലേ അമ്മയെന്ന്. എടീ, നീ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ മനസ്സിലാകും. എനിക്കിത് കേട്ടിട്ട് തല പെരുക്കുന്നു. എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത്? അപ്പോൾ അവൾ പറയുകയാണ്, കുഞ്ഞൊന്നുമല്ല, അവൻ ഇത്തിരി വലുതാണ്. ആ വലുതായത് കൊണ്ട് പറ്റാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തായി പറഞ്ഞു, നിനക്കങ്ങ് പറയരുതോ? ഇനിയിപ്പോൾ എന്തിനാണ് ഇത്രയും മുഖവുര? അമ്മേ, അവനാണെങ്കിൽ ഞാൻ രാവിലെ കാപ്പിയും കൊണ്ട് ചെല്ലുമ്പോഴില്ലേ, ചെക്കൻ അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. എങ്ങനെ കിടക്കുകയാണെന്ന് എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. നീ എന്താടി പറഞ്ഞത്? ആ അമ്മേ, അവൻ രാത്രിയില്ലേ ആ ഒരു പുതപ്പ് മാത്രം പുതച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എന്നിട്ട് അകത്തൊന്നും മുറി പൂട്ടരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടായിരിക്കാം. രാവിലെ ഞാൻ കാപ്പിയോ ചായയിട്ട് ചെല്ലുമ്പോഴില്ലേ, ചെക്കൻ പുതപ്പൊക്കെ മാറിയിട്ട് സർവാംഗവും പ്രദർശിപ്പിച്ച് കിടക്കുകയാണ്. ഉറങ്ങുകയല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഉറക്കം നടിച്ച് കിടക്കുകയാണ്. എന്നെ മനഃപൂർവ്വമെല്ലാം പ്രദർശിപ്പിക്കണമേ. ഇപ്പോൾ 2-3 മാസമായി തുടങ്ങിയിട്ട് ഞാൻ പലപ്പോഴും പുതപ്പൊക്കെ വലിച്ച് യഥാസ്ഥാനത്ത് ഇട്ടിട്ടാണ് പോകുന്നത്. പക്ഷേ എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ്. ഇത് ഞാൻ ഇതുവരെയും അവൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയാണ് പറയുക? ഞാൻ അവനെ സംശയിക്കുന്നുവെന്ന് അദ്ദേഹത്തോട് പറയാൻ പറ്റുമോ? എൻ്റെ മോളോട് ഞാൻ എങ്ങനെ പറയും? ആകെ കൂടി എനിക്ക് വീട്ടിൽ പറയാവുന്നത് അമ്മയോട് മാത്രമാണ്. നമ്മൾ 2 പേരും ജീവിതത്തിൽ പല കരകളും കണ്ട 2 പെണ്ണുങ്ങളാണ്. അപ്പോൾ അമ്മയ്ക്ക് ഏകദേശം മനസ്സിലാകും ആണുങ്ങളുടെ ഇളക്കങ്ങളും മറ്റും. എൻ്റെ മകൻ തന്നെയാണെങ്കിലും അവനൊരാണല്ലേ. ഇപ്പോൾ ദേ പ്രായപൂർത്തിയുമായി. എടി, നിനക്ക് വെറുതെ തോന്നായിരിക്കും. അവൻ രാത്രി ഷോർട്സ് വന്നിട്ടല്ലേ അങ്ങ് പോകുന്നത്. അതൊരു കുട്ടി നിക്കറല്ലേ, അത് ഇട്ടിട്ടല്ലേ കിടന്നുറങ്ങുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. അങ്ങോട്ട് പോകുമ്പോഴേക്കും ആ നിക്കർ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെ കിടക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചെല്ലുമ്പോഴമ്മേ, ഇതാണ് എൻ്റെ കണി. അതുമാത്രമല്ല, ഞാൻ അമ്മയോട് എങ്ങനെയാണ് പറയുന്നത്? മനഃപൂർവ്വമാണെന്ന് ഞാൻ പറഞ്ഞതിന് വേറെ കാര്യമുണ്ട്. കാര്യം, അത് വളരെ ഉണർന്നൊരവസ്ഥയിലാണ്, അല്ലാതെ ഉറക്കാവസ്ഥയിലല്ല എന്ന് പറഞ്ഞ് അവൾ കൈവിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതല്ലേ ആണുങ്ങൾക്ക് അങ്ങനെയല്ലേടി, നീ ഞാനൊക്കെ ഭർത്താക്കന്മാരോട് കഴിഞ്ഞതല്ലേ, അപ്പം അറിയില്ലേ രാവിലെ ആകുമ്പോഴേക്കും അവർക്ക് അങ്ങനെയാണെന്ന്. ഇതങ്ങനെയല്ലമ്മേ, മനഃപൂർവ്വമാണ് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരമണിക്കൂർ താമസിച്ച് ചെല്ലുന്നത്. എന്നിട്ടും അവൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റുമോ? ഇനി അവനെ കൊഞ്ചിച്ച് വളർത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്നോർത്ത് എനിക്കങ്ങ് പേടിയാണ്. പിന്നെ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കിടന്ന് തുള്ളുകയും ചാടുകയൊക്കെ ചെയ്യും. ഒന്നാമതേ ടെൻഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതെങ്ങനെ ഞാൻ പറയുക? ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. എടി, നീ വിചാരിക്കുന്ന പോലെ ഒന്നും കാണില്ല, സ്വാഭാവികമുള്ള കാര്യമായിരിക്കും, അല്ലാതെ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇങ്ങനെ ഉറക്കത്തിൽ അങ്ങനെ ആയി പോകുന്നതാണ്. ചിലപ്പോൾ ചെക്കന് രാത്രി കിടക്കുമ്പോൾ തുണി അലർജി ആയിരിക്കും. എടി, അവൻ്റെ അപ്പൂപ്പനും അങ്ങനെ ആയിരുന്നു. പുതപ്പ് മാത്രം പുതച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ആ, അപ്പൂപ്പൻ പുതപ്പ് മാത്രം പുതച്ചു, ഓക്കെ, അതങ്ങ് സമ്മതിച്ചു. പക്ഷേ എന്തിനാണ്
എന്തിനാണ് എനിക്കിത് കാണേണ്ടി വരുന്നത്? അത് മാത്രമല്ല മീ, പിന്നെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇവിടെ ഇരിക്കുക, ഞാൻ ഒരു കാര്യം കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞ് അവളൊരു ബിയാറയും തൂക്കിക്കൊണ്ട് വന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താടി നീ അകത്തിടുന്ന സാധനമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മ ഇത് നോക്ക്, ഈ മഞ്ഞിച്ചിരിക്കുന്നതെല്ലാം ചെറുക്കം കാണിച്ച പരിപാടിയാണ്, അമ്മയ്ക്ക് കണ്ട മനസ്സിലാകില്ലേ? ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറയണോ എന്ന് ചോദിച്ചു. ഷൂ, ഇതെന്താടി, എത്ര നാളെ തുടങ്ങിയിട്ടാ? ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായി. ഇപ്പം എനിക്ക് ബാത്റൂമിൽ കയറാൻ പോലും അങ്ങ് പേടിയാ. ഇനിയിപ്പോൾ എനിക്ക് പേടി കൊച്ചിന് നേർക്കങ്ങണം ഇവൻ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുമെന്നുള്ളതാണ്. ഇവനിപ്പോൾ ഒരു തിരിച്ചറിവില്ലാതായി. അമ്മയാരാ പെങ്ങളാരാന്ന് ചെറുപ്പത്തിലെ തിരിച്ചറിയാത്തത് വലിയ പ്രശ്നമല്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കും തിരിച്ചു മറുപടിയൊന്നും പറയാനില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയമ്മേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമാധാനിപ്പിച്ചു. എടി, ഞാൻ ചോദിക്കാം അവനോട്, എനിക്കവനെ പേടിയൊന്നുമില്ല. പക്ഷേ അമ്മേ, ആരും അറിയരുത്, ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കരുത്. അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാനാണെങ്കിൽ അവൻ്റെ മുറിയിൽ പോയി രഹസ്യമായിട്ട് ചോദിച്ചേക്കാം, നീ ഇതിങ്ങി തന്നേര് എന്ന് പറഞ്ഞ് ഞാനത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അന്നേരം ഞാൻ പോയില്ല മാഡം. പിറ്റേ ദിവസമാണ് ഞാൻ പോയത്. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇത് കാണിച്ചിട്ട് ചോദിച്ചു, ഇതെന്താണെന്ന് നിനക്കറിയാമോന്ന്. അവൻ അറിയാത്ത ഭാവം നടിച്ചു. മെഴുകുതിരി വല്ലതും വീണാണോന്ന്. ഞാൻ പറഞ്ഞു, മെഴുകുതിരി അല്ല നിൻ്റെ മെഴുക് എന്ന് പറഞ്ഞ് ഞാൻ വായി തോന്നിയ പോലെ രണ്ട് തെറി അങ്ങ് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് തെറിയൊക്കെ പറയും മാഡം. കാരണം എൻ്റെ ഭർത്താവ് ഒരു മുൻകോപക്കാരനായിരുന്നു. ഇടയ്ക്ക് എന്നെ നല്ലത് പറയും. സഹികിടുമ്പോൾ ഞാനും തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കും. അല്ലെങ്കിൽ നിൽക്കിപ്പുറത്തില്ലേ മാഡം. എത്രക്ക് വലിയ സമ്പന്ന കുടുംബമാണ് ആഭിജാത്യമുള്ളതെന്ന് പറഞ്ഞാലും വീട്ടിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് മാഡത്തിനറിയാമല്ലോ. പിന്നെ ഞാനും എൻ്റെ മകനെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ പറയും. അതൊക്കെ അവനും ഉണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ ഭാര്യയോടും പറയും. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞതെന്നറിയില്ല. അങ്ങനൊരു സ്വഭാവമാണ്. ചെക്കൻ അത് കേട്ട് ഇത്തിരി വിരണ്ടു. ഞാനാണെങ്കിൽ ഇത്തിരി ഒച്ച വെക്കുന്ന സ്വഭാവമാണ്. ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞോണം, ഇതിൻ്റെ തെളിവോട് കൂടിയാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. നീ നോക്കിക്കോ, ലാബിൽ കൊണ്ടുപോയി ഇതാരുടേതാണെന്ന് ഞാൻ തെളിയിക്കും. നിനക്കറിയാമല്ലോ നിൻ്റെ അമ്മൂമ്മ അത്ര ചില്ലറക്കാരിയല്ലെന്ന്. പഠിപ്പും വിവരവും ഒക്കെ നിങ്ങളെക്കാൾ ഉള്ളവളാണ് ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ ചീറി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മൂമ്മേ, അമ്മ വിചാരിക്കുന്നതൊന്നുമല്ല കാര്യം. പിന്നെ എന്താടാ, സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ഇതിനൊക്കെ തുടക്കമിട്ടത് എൻ്റെ അമ്മയാണ്. അവളൊന്ന് തുടക്കമിട്ടു, അവൾ ബിസിയല്ലേ. നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ചെയ്തു വെച്ച് നിങ്ങളെ പുന്നാരിപ്പിച്ചിട്ട് അവൾ ഭർത്താവ് പറഞ്ഞത് കേട്ട് ഓരോ സ്ഥലങ്ങളും പോയി അവന് വേണ്ടി ഓരോ ജോലികളും ചെയ്യുന്നു. അത്രയ്ക്ക് ബിസിയായ ആത്മാർത്ഥതയുള്ള നിൻ്റെ അമ്മ, അവൾ അങ്ങനെയാണ് ഇതിന് കാരണക്കാരിയാകുന്നത്. കമ്പ്യൂട്ടറും മൊബൈലിനും കൂടെ കുത്തി കുത്തി നിനക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തതിന് അവളാണോ ഉത്തരവാദി എന്ന് ഞാൻ ചോദിച്ച് അലറി കഴിഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ വാ പൊത്തി പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയല്ല അമ്മൂമ്മേ, അതിന് കാരണം അമ്മയാണ്. ഒരു ദിവസം അമ്മ ഈ മുറിയിൽ വന്ന് കിടന്നു. അവൾ നിൻ്റെ മുറിയിൽ കിടക്കാറില്ലല്ലോ. അത് പിന്നെ അച്ഛനും അമ്മയും കൂടെ എന്തോ പറഞ്ഞ് രാത്രി പിണങ്ങി. ആ സമയത്ത് അമ്മ ഒരു പൊതുപ്പ് എടുത്ത് അന്ന് എൻ്റെ കൂടെയാണ് വന്ന് കിടന്നത്. അമ്മയും മകനും കൂടെ അവിടെ കഴിഞ്ഞു. അതിനിപ്പോൾ എന്താണ്? അന്നേരമില്ലേ, ഇത്തിരി കഴിഞ്ഞ് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴില്ലേ എനിക്ക് എന്തോ ഒരു സ്പർശനം അനുഭവപ്പെട്ടു. ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മയാണ് അതിന് കാരണക്കാരിയെന്ന്. അമ്മ എന്തോ കുസൃത്തരം കാണിക്കുകയാണെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു. പിന്നെ ഞെട്ടലോടുകൂടി എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അമ്മ മുൻകൈ എടുത്തിട്ട് ചില തഴുകലുകളും തലോടലുകളും തുടങ്ങി വെക്കുകയായിരുന്നു. എനിക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റിയില്ല. അവസാനം എൻ്റെ പ്രതികരണശേഷിയൊക്കെ പുറത്തേക്ക് പോയി. ഞാൻ പക്ഷേ അത് കഴിഞ്ഞ് അമ്മയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഉറക്കത്തിലെന്ന പോലെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസമില്ലായിരുന്നു. പിന്നീട് ഉറങ്ങിപ്പോവുകയും ചെയ്തു ഞാൻ. അത് കഴിഞ്ഞ ശേഷം എൻ്റെ മനസ്സ് ആകെ മാറി. അമ്മയോട് എനിക്ക് ഒത്തിരി ഇഷ്ടം കൂടുതലായി. എൻ്റെ സ്വപ്നങ്ങളിലൊക്കെ അമ്മയായിരുന്നു. പിന്നെ എൻ്റെ സ്വഭാവം മാറുകയായിരുന്നു. പിന്നീട് ഞാൻ അമ്മയെ പലപ്പോഴും അങ്ങനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അമ്മ എന്നെ കുറ്റക്കാരനെ പോലെ നോക്കും. പിന്നീട് ഞാൻ ഈ ഒരു രീതിയിലേക്ക് മാറി. കാര്യം എനിക്ക് ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അമ്മ എന്നോട് അന്നങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായത്, ആഗ്രഹങ്ങളും ഉണ്ടായത്. അതിന് കാരണക്കാരി അമ്മയല്ലേ. അമ്മൂമ്മ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? എല്ലാം തുടങ്ങി വെച്ചത് അമ്മയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവനും എൻ്റെ നേരെ ജെല്ല് നിന്നു. അത് കിട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ കടുവയെ കിടവ് പിടിച്ചോ? എന്നിട്ട് നിൻ്റെ അമ്മ കംപ്ലൈൻറ്റ് പറഞ്ഞതല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് അവൾ പറഞ്ഞില്ലല്ലോ. ആരാ ഇതിൽ കള്ളത്തരം
പറഞ്ഞത്. അമ്മ ഒന്നുകൂടി പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ് അവൻ എന്നെ നിർബന്ധിച്ചു. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ തീർപ്പ് ഒന്ന് പെൻഡിങ്ങിന് വെച്ചു. എൻ്റെ മരുമകളോടും ഒന്ന് ചോദിച്ചു നോക്കാം, എന്തായാലും ഞാൻ ഇടനിലക്കാരിയാണല്ലോ. അങ്ങനെ അവളോട് ഞാൻ തരം കിട്ടിയപ്പോൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ശരിയാണ്, അന്ന് ചേട്ടനോട് പിണങ്ങിയിട്ട് ഞാൻ അവൻ്റെ മുറിയിൽ പോയി കിടന്നിരുന്നു. ചെന്നപ്പോഴേ ഞാൻ അങ്ങ് ഉറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു. എടി, ഇനിയിപ്പോൾ ഉറക്കത്തിൽ വല്ലതും ഇതെന്താ ഇതിൻ്റെ കാര്യം? ആ ചെക്കൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ മകൻ പറഞ്ഞത് എങ്ങനെയാണ് അവിശ്വസിക്കുക? അവനും എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളെന്നോട് പറഞ്ഞു, അമ്മേ, അത് ചിലപ്പോൾ ചേട്ടൻ പിണങ്ങിയിട്ട് തിരിഞ്ഞൊക്കെ കിടക്കുകയാണെങ്കിലേ, ഞാനാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് ഒരു കൈ സഹായമൊക്കെ ചെയ്യുക ഒരു പതിവുണ്ട്, അതെൻ്റെ ഒരു ശീലമാണെന്ന്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എടി വൃത്തികെട്ടവളെ, അന്ന് അതാണ് സംഭവിച്ചത്. നീ ഉറങ്ങിപ്പോയി കാണും. പിന്നെ അർത്ഥബോധാവസ്ഥയിൽ അടുത്ത് കിടക്കുന്നത് ഭർത്താവാണെന്നോർത്ത് നീ എന്തോ തുടങ്ങി വെച്ച് കാണും. എടി, ഇതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയാണ്. അവൻ നല്ല മോനായിട്ട് വളർന്നു വന്നതാണ്. നീയാണ് അവൻ്റെ മനസ്സ് തെറ്റിച്ചത്. ചെക്കൻ ഇത് തുടങ്ങി വെക്കാൻ കാരണക്കാരൻ നീയാണെന്ന് അവൻ പറഞ്ഞത് കറക്റ്റാണ്. ഇതിലിപ്പോൾ ആരെ കുറ്റപ്പെടുത്തേണ്ടത്? ഇതിലില്ലാത്തൊരു പയ്യൻ അങ്ങോട്ട് പ്രായപൂർത്തിയാകാൻ പോകുന്നതേ ഉള്ളൂ. അവന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെക്കൻ ആളി കത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവൾ ഇഞ്ചി കടിച്ച് കുരങ്ങനെ പോലെ നിന്നു. അമ്മ, അങ്ങനെ സംഭവിച്ചു കാണുമായിരിക്കും. ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുക? ചെക്കനെ പറഞ്ഞ് മനസ്സിലാക്കാം, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? എന്തായാലും അവൻ നീ എന്തോ തുടങ്ങി വെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. ശരിയാണെന്ന് തോന്നുന്നു അമ്മ. പക്ഷേ അമ്മ ഇത് പറഞ്ഞ് സോൾവ് ആക്കണം. എടി, എന്ന് ഭർത്താവുമായിട്ട് വഴക്കുണ്ടാകുക നീ എന്തിനാണ് അവൻ്റെ അടുത്ത് അന്ന് രാത്രി പോയതും? അതെനിക്കറിയില്ല. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനും എഴുന്നേറ്റ് അങ്ങ് പോയി, ഒരു പാഠം പഠിക്കട്ടെ എന്ന് കരുതി. ആ കൊള്ളാം, അപ്പുറത്ത് പോയി മകനെ നീ പാഠം പഠിപ്പിച്ചു. നീ വലിയ മിടിക്കടി. എന്നിട്ട് ചെക്കനെ നീ അടിമുടി കുറ്റം പറയുന്നു. അത് പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ സ്വന്തം അമ്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറേണ്ടതല്ലേ? അത് കൊള്ളാം. അവനറിയാമോ നീ ബോധത്തിലാണോ അതോ അബോധാവസ്ഥയിലാണെന്ന്? നിങ്ങളുടെ മുറിയിൽ എന്താ നടക്കുന്നതെന്ന് ചെക്കൻ അറിയാമോ? അതുമാത്രമല്ല, ചെക്കനെ നീ ഒരു പരിസമാപ്തിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അത് നടക്കുകയും ചെയ്തു. അപ്പം അവനെന്തോ ഓർത്തത്, അമ്മ എന്നെ സഹായിക്കുകയാണ്, എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. ചുമ്മാതിരുന്ന കൊച്ചിനെ നീ അല്ലേടി വെളിയിൽ ചാടിച്ചത് എന്ന് പറഞ്ഞു. ദൈവം ഇതുവല്ല ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കുക? എനിക്കൊരു പിടിയില്ല. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? അമ്മ ചിലപ്പം അവൻ കള്ളത്തരം പറയുമായിരിക്കും. ആ, കള്ളത്തരം പറയുകയാണെങ്കിൽ നീ വിടും. കാര്യം ഇത് പുറത്തറിഞ്ഞു കഴിയുമ്പോഴേക്കും ഇങ്ങനെ എൻ്റെ അമ്മ എന്നോട് പെരുമാറുന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു പെരുമാറിയെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അതുമാത്രമല്ല, അവൻ പറഞ്ഞത് കള്ളമല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം നിനക്ക് ഉറക്കത്തിലാണെങ്കിലും അങ്ങനൊരു സ്വഭാവമുണ്ടെന്ന് നീ സമ്മതിക്കുകയും ചെയ്തു. അന്നത് നടന്നു കാണും. അതുകൊണ്ടായിരിക്കാം ചെക്കൻ ഇങ്ങനെ വന്നത്. എന്തായാലും ഞാൻ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം, നിയന്ത്രിക്കാം. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഇത് പുറത്ത് പറയാൻ പറ്റുമോ? എൻ്റെ മോനോട് പറയാൻ പറ്റുമോ? ആരോടെങ്കിലും പറയാൻ പറ്റുമോ? വലിയ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് ഞാനത് ഏറ്റെടുത്തു. മാഡം, എന്തായാലും എനിക്ക് പണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തിരി ധൈര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അവനോട് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അത് നിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ചില സ്നേഹപ്രകടനങ്ങളാണ്. അവർ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അമ്മ അങ്ങോട്ട് ചെന്ന് നിൻ്റെ അച്ഛനെ ഒന്ന് സാന്ത്വനിപ്പിച്ച് ആ വഴക്കങ്ങ് തീർക്കും. അങ്ങനെയുള്ള ആ ഒരു രാത്രി അന്ന് നിൻ്റെ അടുത്ത് വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ അങ്ങ് സംഭവിച്ചു പോയതാണ്. ഇതിപ്പം പാതി മയക്കത്തിൽ ഭർത്താവായിരിക്കും അടുത്ത് കിടക്കുന്നതെന്ന് വിചാരിച്ച് കാണും. നീയും അച്ഛൻ്റെ അത്രയും വലിയൊരാളായല്ലോ. അപ്പോൾ അമ്മയ്ക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ്. നീ അത് മനസ്സിലാക്കേണ്ടിയിരുന്നു. അല്ലാതെ അമ്മ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് വന്ന് കുൽസിതങ്ങളൊന്നും കാണിച്ചതല്ല. അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ടത് നിൻ്റെ അമ്മയാണത്. അന്ന് സംഭവിച്ച തെറ്റുകൊണ്ട് നീ ഇങ്ങനെ ഓരോ വികൃതിത്തരങ്ങൾ കാണിക്കരുത്. നിൻ്റെ അച്ഛനോ മറ്റുള്ളവരോ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും നിൻ്റെ സ്ഥിതി നിനക്കറിയാവോ? വലിയ നാണക്കേടാകും. വീട്ടിലും നാട്ടിലും തലയോർത്ത് നടക്കാൻ പറ്റാതാകും എന്ന് ഞാൻ പറഞ്ഞു. അത് കിട്ടിയപ്പോഴേക്കും അവൻ പറഞ്ഞു, തെറ്റായിപ്പോയി, ഇതിപ്പോൾ അമ്മ തുടങ്ങി വെച്ചതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഇത് ഇവിടെ വെച്ച് നിർത്തിക്കൂ, ഇനി ഈ കാര്യങ്ങളിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് വാൺ ചെയ്തു. അങ്ങനെ അവൻ സമ്മതിക്കുകയും ഞാൻ മരുമകളോട് പറയുകയും അവർ തമ്മിലുള്ള ശീതയുദ്ധം അവസാനിക്കുകയും ചെയ്തു. പിന്നെ അവൻ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണിച്ചിട്ടില്ല.
പിന്നീട് ആ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അത് ഞാനും അങ്ങ് മറന്നു മാഡം. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഒരു 1.5 കിലോമീറ്റർ അകലെ താമസിക്കുന്നുണ്ട്. അവരുടെ കുടുംബം താമസിക്കുന്നിടത്ത് ഒരു അമ്പലമുണ്ട്. അവരുടെ മതിലിനോട് ചേർന്നാണ് അമ്പലം. അവിടെ നിന്ന് ചില വിശേഷാൽ പൂജകളുണ്ട്. അതിനുവേണ്ടി അവർ ക്ഷണിച്ചു. 5 മണിയാകുമ്പോൾ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. എല്ലാവരെയും കൊണ്ടാണ് വിളിച്ചത്. പക്ഷേ എൻ്റെ മകൻ ബിസിനസ് പരമായിട്ട് ടൂർ പോയിരിക്കുകയാണ്. അവന് വരാൻ പറ്റില്ല. അവൻ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. പിന്നെ എൻ്റെ മരുമകൾക്ക് അമ്പലത്തിലെങ്ങും വരാൻ പറ്റുന്ന ഒരു ഡേ അല്ലെന്ന് പോലും. അതുകൊണ്ട് അവൾ വന്നില്ല. പിന്നെ ചെക്കനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെക്കന് താല്പര്യമില്ല. അവന് അതിലൊന്നും ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാനും എൻ്റെ കൊച്ചുമകളും കൊണ്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 5-10 കാണും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരുങ്ങി കിട്ടിപ്പോയെങ്കിലും പേഴ്സും അതിനകത്തുള്ള മൊബൈലും എടുക്കാൻ മറന്നു മാഡം. കൊച്ചുമകളെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾ കൂട്ടുകാരുടെ കൂടെ അമ്പലത്തിലെ തിരക്കിനുള്ളിൽ അങ്ങ് മറഞ്ഞു. ഇനി എന്നാൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ നടന്നു മാഡം. പക്ഷെ ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോക്കാരൻ എനിക്ക് അറിയാവുന്ന ആളാണ്. പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ ഇറക്കാമെന്ന്. അങ്ങനെ വീടിൻ്റെ ആ ഒരു വളവുണ്ട്, ആ ഭാഗത്ത് ഇറക്കി വിട്ടു. ഞാൻ പിന്നെ പതുക്കെ വീട്ടിലേക്ക് നടന്നു. മുൻവശത്തെ കതക് എന്തായാലും പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. പുറവശത്ത് അവൾ അടുക്കളയിൽ കാണും, അതുറപ്പാണ്. അതുവഴി ഇങ്ങ് ചെല്ലാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അടുക്കളപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് അസാധാരണമായ ചില സംസാരങ്ങളും കൊഞ്ചലും ചിരിയും ശബ്ദങ്ങളും പൊട്ടലും ചീറ്റലുമൊക്കെ ഞാൻ കേട്ടു മാഡം. സ്വാഭാവികമായ ശബ്ദമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ അങ്ങ് നിന്നു. എന്താണെന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴുണ്ട് എൻ്റെ മരുമകളുടെ തല എനിക്ക് കാണാം. ഇതെന്താ ഇവളിങ്ങനെ നിൽക്കുന്നത് എന്നോർത്ത് ഞാനൊന്ന് എത്തി നോക്കി മാഡം. അപ്പോഴാണ് പുറകുവശത്ത് മകൻ നിൽക്കുന്നത് ഞാൻ കണ്ടത്. അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇന്ന് അമ്പലത്തിൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒതുങ്ങി നിന്ന എൻ്റെ മരുമകളാണ് അവിടെ പൂക്കുല പോലെ വിറയ്ക്കുന്നത്. അവളുടെ കൈകൾ പാതകത്തിൽ കുത്തിയിരിക്കുകയാണ്. തലയാണെങ്കിൽ താഴോട്ടുമാണ്. പുറകിൽ എന്തോ സമ്മർദ്ദ പ്രയോഗങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്തിരി കൂടി നീങ്ങി നിന്ന് ആ കാഴ്ച കണ്ടു മാഡം. എനിക്കത് ഉറപ്പിക്കണമായിരുന്നു. കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഭർത്താവും പണ്ട് ഇങ്ങനെയായിരുന്നു. പാചകം ചെയ്യുമ്പോൾ അങ്ങേരും എന്നോട് പലപ്പോഴും പലതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് നിരസിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയും, ആരുമില്ലെങ്കിൽ ഓക്കെ, ഇനിയിപ്പം പാചകമാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് പോയിക്കോ എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി കൊടുക്കുമായിരുന്നു. അതേ സ്വഭാവമാണ് മാഡം എൻ്റെ കൊച്ചുമകനും. പക്ഷേ അവൻ കാണിക്കുന്നത് തെറ്റാണ്. അവൻ്റെ പാർട്ണറായി വരേണ്ടത് ഇവളല്ലല്ലോ. അവന് വേറെ എത്രയോ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആൻറ്റിമാരോ അങ്ങനെയൊക്കെ പറയില്ലേ, ഇഷ്ടംപോലെ ആളുകളെ കിട്ടില്ലേ. ഇപ്പോൾ ഇവളെന്തിനാണ് കംപ്ലൈൻറ്റ് ചെയ്തത്? അവനെന്താ പറഞ്ഞത്? 2 പേരും തമ്മിൽ എല്ലാം തിരിച്ചറിഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് തുടങ്ങി വെച്ചിരിക്കുന്നു. എനിക്കത് കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു മാഡം. ഞാനാണെങ്കിൽ അലറിക്കൊണ്ട് അടുക്കളയിലേക്ക് ഓടി. 2 പേരും വെപ്രാളപ്പെട്ട് ചാടി ഓടി മാഡം. പക്ഷേ ഞാൻ 2 പേരെയും കൈയോടെ പിടികൂടിയിട്ട് എനിക്ക് തോന്നുന്നതെല്ലാം പറഞ്ഞു. എനിക്ക് ലോകത്തിൽ എന്തെല്ലാം തെറികൾ അറിയാമോ അതെല്ലാം ഞാൻ പറഞ്ഞു. എടി, ഇങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ചെക്കൻ്റെ കാര്യം എന്നോട് വന്ന് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞത്? നിങ്ങൾക്ക് 2 പേർക്ക് കൂടെ ആരും അറിയാതെ അങ്ങ് തുടർന്നാൽ പോരെ? ഞങ്ങൾ അറിയില്ലായിരുന്നു, ഒരു മനുഷ്യരും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മരുമകൾ പറയുകയാണ്, ആദ്യം അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല. ആ സമയത്ത് ദേഷ്യമാണ് തോന്നിയത്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്കും ഇൻട്രസ്റ്റ് തോന്നുന്നു എന്ന് പറഞ്ഞു. അവൾക്കിട്ട് ഞാൻ 2 എണ്ണം കൊടുത്തു. അതുപോലെ തന്നെ അമ്മ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഞാനും ഇതിലേക്ക് ഏർപ്പെട്ടത് എന്നുള്ള രീതിയിൽ മകനും പറയുന്നു മാഡം. ഇപ്പോൾ 2 പേരും പിരിക്കാൻ വയ്യാത്ത വിധം അടുത്തിരിക്കുകയാണ്. ഞാൻ വഴക്കുകൾ പല സമയത്ത് പറഞ്ഞു നോക്കി. ഇതിന് മാഡമൊക്കെ പറയുന്നത് പോലെ പോയി കൗൺസിലിംഗ് ചെയ്യുക എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് 2 പേർക്കും അതിലൊന്നും താല്പര്യമില്ല. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വഴിക്കങ്ങ് പൊക്കോളും. അമ്മ കണ്ടതല്ലേ, അമ്മയ്ക്ക് കണ്ണടച്ചുകൂടെ? ഇനി ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാം കാത്തു രക്ഷിക്കേണ്ടത് അമ്മയാണ്. ഞങ്ങൾക്ക് പിന്മാറാൻ വയ്യ എന്നുള്ള രീതിയിലാണ് മരുമകൾ പറയുന്നത്. ചെക്കനാണെങ്കിൽ അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. തള്ളയായ അവൾക്കല്ലേ മാഡം വിവേകം വരേണ്ടത്? അവളും ഇങ്ങനെയായിപ്പോയി. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ മകനും എൻ്റെ കൊച്ചുമകൾക്കും ഒന്നും അറിയില്ല.
ആരോടും ഒന്നും പറയാനാവാതെ ഒന്നും സോൾവ് ചെയ്യാനാകാതെ ഞാൻ ബുദ്ധിമുട്ടുകയാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിയാണ്, കാര്യം നിങ്ങൾ ബുദ്ധിപൂർവ്വം എല്ലാം ഉപദേശിച്ചു, പറഞ്ഞു കൊടുത്തു. അവരൊക്കെ അത് മനസ്സിലാക്കി പെരുമാറുമെന്ന് സത്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ ദേ തഥൈവ. അപ്പോൾ ഏതൊരാളാണെങ്കിലും ഞെട്ടിപ്പോകും. കാര്യം അതീവ ബുദ്ധിപരമായി നിങ്ങളത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ പോകൂ, ഇത് തെറ്റാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അറിവ് വെച്ചിട്ട്. എന്നിട്ടും അവർ അതൊന്നും വകവെക്കാതെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അമ്മ കൂട്ടു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൽ മുഴുകി നടക്കുകയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് വേണമെങ്കിൽ അവിടെ കഴിയാം, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത്. അത് പക്ഷേ അത്ര നല്ലൊരു കാര്യമാണെന്ന് കരുതാൻ പറ്റില്ല. കാര്യം നിങ്ങൾ അവരുടെയൊക്കെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളാണല്ലോ. പിന്നെയുള്ളത് നിങ്ങളുടെ മകനോട് ഇത് തുറന്നു പറയുക എന്നുള്ളതാണ്. പുറത്തുള്ളവരോട് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ മകനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോപിഷ്ഠനായ മകൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരെയും ഒരു കൗൺസിലിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചു കൊടുക്കുന്ന ശ്രമിച്ചു നോക്കാം. അവരോട് പറയാം. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ ആവേശത്തിൽ അവർ കിടന്ന് തുള്ളുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പോഴേക്ക് സമാധാനപരമായിട്ട് വിളിച്ച് ഒന്ന് പറഞ്ഞ് രണ്ടു പേർക്കും ഇത് ശരിയല്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു അവയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ മകൻ ഈ കാര്യങ്ങൾ ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാണ്, അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാമായിരുന്നു. കാര്യം എലിക്കും മുള്ളിനും കേടില്ലാതെ അവനെയാണെങ്കിലും ഒരു കൗൺസിലിങ്ങിനോ മറ്റോ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കുറച്ച് അകലേക്കൊക്കെ മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ കൗൺസിലിങ്ങിനോ മറ്റോ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും ചെയ്യും. അപ്പം അങ്ങനൊരു അവസ്ഥയിലേക്ക് വിദഗ്ധമായി ബുദ്ധിപരമായി നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയുന്നൊരു അച്ഛനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ശ്രമിക്കാം. ഭാര്യയോടും അങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ. പക്ഷേ വികാരം മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്, വഴക്കും വക്കാണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നന്നായൊന്നും വരില്ല. നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് ഈ കത്തിൽ കൂടി മനസ്സിലാകില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെയൊക്കെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അഥവാ ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വെറുതെ വിട്ടിരിക്കുക. കാര്യം അവരുടെ അപ്രീതി പിടിച്ചു പറ്റാതെ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരോട് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു രീതിയിൽ ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കാതിരിക്കുക. കാര്യം അവരുടെ ശത്രുത ചിലപ്പോൾ പറയാൻ പറ്റില്ല, അപകടങ്ങളും ഉണ്ടാക്കിയേക്കാം. അവനവൻ്റെ സുരക്ഷയാണല്ലോ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് സിറ്റുവേഷൻസ് അറിഞ്ഞ് പെരുമാറുക എന്ന് എനിക്ക് പറയാനുള്ളൂ.